ഹലോ കൂട്ടുകാരെ, എപ്പോഴും ചൈനീസ് ഫുഡായിട്ടുള്ള ഫ്രൈഡ് റൈസാണ് നമ്മൾ കഴിക്കാറുള്ളത് അല്ലേ. അപ്പോൾ ചൈനീസ് രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്കിന്ന് നാടൻ സ്റ്റൈലിൽ ഇൻഡോ ചൈനീസ് മിക്സിംഗ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് കണ്ടാലോ, ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ തയ്യാറാക്കുമ്പോൾ വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടും. അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില, അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സവാളയുടെ പകുതിയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ക്യാപ്സിക്കം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഈ പച്ചക്കറിയൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്യാബേജും ബീൻസും ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഒരു സവാളയുടെ പകുതിയും, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ ഇതൊന്നും നല്ലപോലെ വെന്ത് പോകണ്ട, ഒരു പാതി വേവിൽ വന്നാൽ മതി. പാതി വേവ് ആവുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 2-3 മുട്ട, ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഇപ്പോൾ സെപ്പറേറ്റ് മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്യാറുള്ളത് സാധാരണ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ പച്ചക്കറിയിലോട്ടൊക്കെ നല്ലതുപോലെ മുട്ടയുടെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മുട്ട ചിക്കി എടുക്കണേ. നല്ലതുപോലെ ഒന്ന് ചിക്കി, നമ്മൾ മുട്ടയൊക്കെ ചിക്കി എടുക്കുന്ന പോലെ തന്നെ ചിക്കി എടുക്കണം. ഇനി അതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കുക, കുരുമുളക് പൊടി ചേർക്കുക, പിന്നെ വൈറ്റ് പെപ്പറാണ് ചേർത്ത് കൊടുക്കുന്നത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് പെപ്പറും വൈറ്റ് പെപ്പറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് പെപ്പറിന് ഒരു പ്രത്യേക ടേസ്റ്റും പിന്നെ എരിവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് നമ്മുടെ കാശ്മീരി മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ചോറ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസ് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ബസ്മതി റൈസ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ വേവിച്ച് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് സോയാ സോസ് ചേർക്കുന്നുണ്ട് 1 ടീസ്പൂൺ, വിനീഗർ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതിനകത്തേക്ക് പിന്നെ സ്പ്രിംഗ് ഒനിയനും കൂടി ചേർക്കുന്നുണ്ട്. സ്പ്രിംഗ് ഒനിയൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ചേർക്കുന്ന ചിക്കൻ വറുത്തത് നല്ലപോലെ പിച്ചി എടുത്തതാണ് കേട്ടോ ചേർക്കുന്നത്. ഇങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ അല്ലാതെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ചുമ്മാ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയിട്ടും പുഴുങ്ങിയെടുത്ത് നമ്മൾ നല്ലപോലെ പിച്ചി എടുത്തതാണെങ്കിലും മതി. ഞാനിപ്പോൾ ഇവിടെ വറുത്ത പീസ് അത് നല്ലപോലെ പിച്ചി എടുത്തതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് അതിനകത്തേക്ക് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയോ തൂവിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സെലറിയുടെ ഇലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാവർക്കും സെലറിയുടെ ഇല കിട്ടണമെന്നില്ല, അപ്പോൾ അതിന് വേണ്ടി നമ്മൾക്ക് മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇൻഡോ ചൈനീസ് മിക്സിംഗ് ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന